നമസ്കാരം. ഇന്ത്യ vs ഓസ്ട്രേലിയ രണ്ടാം ഏകദിനം ഇന്ത്യ ജയിക്കുമെന്ന് ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു. സോ ആ പ്രിവ്യൂവിൻ്റെ കമൻറ്റിൽ വന്നിട്ട് ഓസ്ട്രേലിയ ജയിക്കുമെന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നിരുപാധികം കീഴടങ്ങുകയാണ്. കാരണം വേറെ നിവൃത്തിയില്ല, ഇന്ത്യ പരാജയപ്പെട്ടു. പക്ഷേ ഈ പരാജയപ്പെടുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ ടീം സെലക്ഷൻ വളരെ നിരാശപ്പെടുത്തി. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കുൽദീപ് യാദവിനെ ഈ ഒരു മത്സരത്തിൽ കളിപ്പിക്കുമെന്ന്. അറ്റ്ലീസ്റ്റ് കുൽദീപ് യാദവിനെ കളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ 4 പേസ് ബോളേഴ്സിനെ കളിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പ്രസിദ്ധ് കൃഷ്ണനെ കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ഈ ഒരു ഈഗോയിൽ കടിച്ചു തൂങ്ങുന്നത് എനിക്കെന്ന് മനസ്സിലാവുന്നില്ല. അതായത് 8 ബാറ്റ്സ്മാൻമാർ വേണം, സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സ് 4 പേരില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് 8 ബാറ്റ്സ്മാൻമാർ വേണമെന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിർ ടീമിനെ ബാറ്റ് ചെയ്ത് ഔട്ട് പ്ലേ ചെയ്യണം. അത്രയും കിടിലം ബാറ്റിംഗ് പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കണം. എങ്കിലും നിങ്ങൾ 8 ബാറ്റ്സ്മാൻമാരെ കൊണ്ട് കളിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ട്. നിങ്ങളൊരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും എന്നിട്ട് സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സ് ഇല്ലാതെ ബോളറെ കൊണ്ട് 263 എന്നൊക്കെ ഉള്ള സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടപടിയാവുന്ന ലക്ഷണം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇന്ത്യ കുൽദീപ് യാദവിനോ അല്ലെങ്കിൽ 4 പേസ് ബോളേഴ്സിനെ കളിപ്പിക്കുന്നു. വെരി ബാഡ് സ്ട്രാറ്റജി എന്നേ പറയാനുള്ളൂ. ആ ഒരു റീസണാണ് ബേസിക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഈ പരാജയത്തിൽ. കാരണം ചെറിയ മാർജിനിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. അവസാന സമയത്ത് വരെ ഇന്ത്യയുടെ കളി ഉണ്ടായിരുന്നു. ഇന്ത്യ 2 ക്യാച്ച് വിട്ടു. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇന്ത്യ ഫീൽഡിൽ ഭയങ്കര ഡള്ളായിരുന്നു. ഒരു ഫയർ ഇല്ലായിരുന്നു ഇന്ത്യയുടെ ടീമിൽ. നമ്മൾ ഏഷ്യ കപ്പിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ഇന്ത്യയുടെ ടീമിൻ്റെ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ഫയർ ഉണ്ട്. ഇപ്പോൾ ഇത്രയും ചെറിയൊരു ടോട്ടലാണെങ്കിൽ പോലും അത് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരേ ഒരു ശക്തിയിൽ പൊരുതുന്ന ഒരു പോരാട്ടമുണ്ട്. ഇന്ത്യൻ ടീം ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു വലിയൊരു സംഭവമായിട്ട് നിൽക്കുന്നത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ പേരിലും കൂടിയാണ്. അങ്ങനെ ഒരു സ്പിരിറ്റും ഇന്നത്തെ മാച്ചിൽ കണ്ടില്ല. ഫസ്റ്റ് മാച്ചിൽ മഴയായിരുന്നു, ഒരു തണുപ്പ് മട്ടായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അങ്ങനെ ഒരു സ്പിരിറ്റ് ഫീൽഡേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജിലോ എന്തോ ഒരു പ്രശ്നം എനിക്ക് സീരിയസ് ആയിട്ട് ഇന്ന് ഇന്ത്യ ഫീൽഡ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തു. ശ്രേയസ് അയ്യറിൻ്റെ ഒരു ത്രോ ഒക്കെ വളരെ ലേസി ആയിട്ടുള്ളൊരു ത്രോ, അതുപോലെ തന്നെ ഒരു ബൗണ്ടറി ഓടി ഒന്ന് ട്രൈ ചെയ്യാതെ വിട്ട 1-2 ബൗണ്ടറീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കങ്ങനെ എന്തോ ഒരു വൈബ് ഇന്ത്യൻ ടീമിൽ നിന്ന് കിട്ടി. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്, അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും എനിക്ക് അങ്ങനെ ഒരു വൈബ് കിട്ടി. നിങ്ങൾക്ക് അങ്ങനെ ഒരു വൈബ് കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഇനി കുൽദീപ് യാദവിനെയും പ്രസിദ്ധ് കൃഷ്ണയോ കളിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ബെനിഫിറ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം മിഡിൽ ഓവേഴ്സിൽ സ്ട്രൈക്ക്, ഇപ്പോൾ ആദം സാംബെ എടുക്കാം. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് 4 വിക്കറ്റ് ഇട്ടത് ആദം സാംബെയാണ്. അത് ഏതൊക്കെ വിക്കറ്റാണെന്ന് നോക്കണം. ശ്രേയസ് അയ്യർ, KL രാഹുൽ, അക്സർ പട്ടേൽ ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡി, 4 ക്രൂഷ്യൽ വിക്കറ്റ്സ് ആണ്. അതും പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ വിക്കറ്റ്സ് എടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. സോ അത്ര ക്രൂഷ്യലായിട്ട് മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ബോളർ ഓസ്ട്രേലിയക്ക് വർക്ക് ചെയ്തപ്പോൾ ഇന്ത്യക്ക് കുൽദീപ് യാദവ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയ പടുത്തുയർത്തിയ ഈ പാർട്ട്ണർഷിപ്പ്, മാറ്റ് ഷോട്ടിൻ്റെ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ അവസാനം വന്നിട്ട് മിച്ചൽ ഓവനും കൂപ്പർ കൊണോലിയും തമ്മിൽ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തപ്പോഴോ അത് ബ്രേക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ കുൽദീപ് യാദവിന് സാധിച്ചേനെ. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ഫാസ്റ്റ് ബോളർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സാധിച്ചേനെ. ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. എല്ലാവരും പോയി ഇടയ്ക്കിടയ്ക്ക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. 2020 50 ഓവർ മാച്ചിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത് ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സിന്? അല്ലെങ്കിൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എനിക്ക് മൊത്തത്തിലൊരു പന്തികേട്, മൊത്തത്തിലൊരു ഇന്ത്യയുടെ ഒരു എനർജി ലെവലിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ മാച്ചിൽ തോന്നി. 8ാമതൊരു ബാറ്റ്സ്മാൻ്റെ ആവശ്യം എന്താണ്? 8ാമതൊരു ഇന്ന് കളിച്ചു വാഷിംഗ്ടൺ സുന്ദർ ബാറ്റിംഗ് കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തതില്ല. നിതീഷ് കുമാർ റെഡ്ഡി ഓക്കെ ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ മാച്ചിൽ ഒരു 2 6 അടിച്ചു, ഒരു വാല്യബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തു. 8ാമത്തെ ബാറ്റ്സ്മാൻ്റെ ആവശ്യം എന്താണ്? ഇന്നിപ്പോൾ ഹർഷിത് റാണ വന്ന് 9ാമത് വന്ന് ബാറ്റ് ചെയ്തു. ഇതേ കാര്യം ഹർഷിത് റാണയ്ക്ക് 8ാമത് ചെയ്യാൻ പറ്റില്ലേ? കുൽദീപ് യാദവിനെ അവിടെ കളിപ്പിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ 9ാമത് കുൽദീപ് യാദവ് അത്യാവശ്യം സിംഗിളൊക്കെ എടുത്ത് ഒരു ബാറ്റ്സ്മാന് കൊടുക്കാൻ പറ്റുന്നൊരു ബാറ്റ്സ്മാനാണ്. അതൊക്കെ വെച്ചിട്ട് ഇന്ത്യയുടെ ഒരു ടോപ്പ് 7 നമ്പിക്കൊണ്ട് ഇന്ത്യക്ക് ഒരു ടീം സ്ട്രാറ്റജൈസ് ചെയ്തൂടെ? അതായത് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശുഭ്മൻ ഗില്ല്, ശ്രേയസ് അയ്യർ, KL രാഹുൽ, അക്സർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, ഇത്രയും പ്രോപ്പർ ബാറ്റ്സ്മാൻമാരായിട്ടുള്ള 7 പേരെ നമ്പിക്കൊണ്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഒരു സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സിനെ ഇറക്കിക്കൂടെ എന്നുള്ള ചോദ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ? ഇത് നമ്മൾ ഏഷ്യ കപ്പിലൊക്കെ പാകിസ്ഥാനും അങ്ങനെയുള്ള കുറേ ടീമുകളൊക്കെ ആയതുകൊണ്ട് അതൊരു ചലഞ്ചായിട്ട് വന്നില്ല. പ്രത്യേകിച്ച് അത് സ്പിൻ കണ്ടീഷനും കൂടെ ആയിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവാൻ. ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സിനെ കളിപ്പിക്കണം 4 പേരെങ്കിലും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇനി നമുക്ക് ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റ് ഷോട്ട് 74 റൺസ് അടിച്ചു, മാറ്റ് റെൻഷോ 30 റൺസ് അടിച്ചു, അതുപോലെ തന്നെ കൂപ്പർ കൊണോളി 61, മിച്ചൽ ഓവൻ 36. ഇത്രയും പെർഫോമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 2 പെർഫോമൻസ് ആണ് വളരെ ക്രൂഷ്യലായിട്ട് തോന്നിയത്. ഒന്ന് മാറ്റ് റെൻഷോയുടെ ആ ഒരു മൊമെൻറ്റം മാറ്റിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു. മാറ്റ് റെൻഷോയുടെ അവിടെ വന്നിട്ട് വളരെ ഈസിയായിട്ട് റൺസ് കണ്ടെത്തിക്കൊണ്ട്
കൂടിക്കൊണ്ടേയിരുന്നു ആ ഒരു പർട്ടിക്കുലർ പാർട്ണർഷിപ്പിൽ മാറ്റ് റൺഷോയും മാറ്റ് ഷോട്ടുകളുള്ള പാർട്ണർഷിപ്പ്. അതിനുശേഷം ഈ കൂപ്പർ കോൺലി ബാറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് മിച്ചൽ ഓവൻ വന്നിട്ട് ഒരു ബാറ്റിംഗ് കഴിച്ചു. അതായത് 23 ബോളിലാണ് 36 റൺസ് അടിച്ച്. ഇന്ത്യയുടെ കയ്യിൽ ഏകദേശമെങ്കിലും കളി ഉണ്ടായിരുന്ന ഒരു സമയത്താണ് മിച്ചൽ ഓവൻ വന്നിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അവിടുന്ന് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് ആ ഒരു ഇന്നിങ്സ് തീർച്ചയായിട്ടും സാധിച്ചു. ഇന്ത്യയുടെ ഇപ്പോൾ ഒരു ബോളേഴ്സിൻ്റെ എക്കോണമി നോക്കിക്കഴിഞ്ഞാൽ ഹർഷിത് റാണ 7.38 ആണ് എക്കോണമി. മുഹമ്മദ് സിറാജും ഹർഷ്ദീപ് സിംഗും കുഴപ്പമില്ലാത്ത എക്കോണമി ഉണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് അക്സർ പട്ടേൽ 5.20 5.29 ആണ് അവരുടെ എക്കോണമി. അവരൊരു സ്ട്രൈക്ക് ബോളേഴ്സ് അല്ല, അതായത് വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സ് അല്ല. അവർ കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ എറിയുകയാണെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്ക് ബോളർ ആയിരിക്കണം. ഇപ്പോൾ ആദം സാംബ 6ന് മുകളിൽ എക്കണോമിയിലാണ് റൺ എറിഞ്ഞ് കൊടുത്തത്, പക്ഷേ 4 വിക്കറ്റ് ഇട്ടു, അതും ക്രൂഷ്യൽ വിക്കറ്റ് ഇട്ടു. ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ട് എറിയാനായിട്ട് സാധിക്കണം. ഇത് രണ്ടും ഇല്ലാതെ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സ് ഇല്ലാതെ ഇന്ത്യ ഓസ്ട്രേലിയ പോലൊരു ടീമിനോട് ഇന്ന് കളിക്കാൻ ഇറങ്ങിയത് ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണ്. എന്തായാലും ഇന്ത്യ പരാജയപ്പെട്ടു. ഇനി സിഡ്നിയിലേക്ക് പോകുമ്പോഴെങ്കിലും ഒരു ആശ്വാസ വിജയം നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ. ഹർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ഇന്ത്യ നന്നായിട്ട് മിസ് ചെയ്തു. ജസ്പ്രീത് ബുംറയെ വെസ്റ്റ് ഇൻഡീസോട് ഒരു ടെസ്റ്റ് കളിപ്പിച്ചിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലോട്ട് ഓടി കളിപ്പിക്കാതിരുന്ന എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഹർദിക് പാണ്ഡ്യ ഒബ്വിയസ്ലി പരിക്കാണ്, പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഹർദിക് പാണ്ഡ്യക്ക് ഒരു റീപ്ലേസ്മെന്റ് ആവാനായിട്ട് പറ്റുന്നില്ല. 3 ഓവർ എറിഞ്ഞാൽ പോരാ, 3 ഓവർ എറിഞ്ഞപ്പോൾ എക്സ്പെൻസീവ് ആവുകയും ചെയ്തു. ഒരു 6-7 ഓവർ എറിയാൻ പറ്റുന്നതായിരിക്കണം ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിതീഷ് കുമാർ റെഡ്ഡിക്ക് പറ്റുന്നില്ല ബോളിങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ളതും ഒരു കൺസേൺ ആണ്. ഇനി വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി 2 കളി അടുപ്പിച്ച് ഡക്കായി. പലരും ഇങ്ങനെ ആവേശങ്ങളിലാണ്. വിരാട് കോഹ്ലി വിരമിക്കണം, രോഹിത് ശർമ്മ വിരമിക്കണം. ഇന്ന് ശുഭ്മൻ ഗിൽ ഔട്ടായത് വരെ രോഹിത് ശർമ്മ ആദ്യം സ്ലോ ആയതുകൊണ്ടാണെന്നൊക്കെയാണ് ചിലരുടെ പറച്ചിൽ. അതായത് ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷന് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊളാപ്സ് ഉണ്ടായ ഒരു സിറ്റുവേഷനിൽ ഇന്ന് രോഹിത് ശർമ്മ കുറച്ച് ടൈം എടുത്തു. കുറച്ച് റെസ്റ്റിയാണ് അവർ രണ്ടുപേരും എന്നുള്ളത് ഉറപ്പാണ്. അവർ കുറച്ച് ടൈം എടുത്തു. പക്ഷേ ശുഭ്മൻ ഗിൽ ഔട്ടായതിൻ്റെ ഉത്തരവാദിത്വം രോഹിത് ശർമ്മയുടെ മേളിലൊക്കെ വെക്കുന്നത് ഇച്ചിരി കടന്നുകയാണ്. വിരാട് കോഹ്ലി 2 കളി ഡക്കായെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇവർ രണ്ടുപേരും വിരമിക്കാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അവർക്ക് 3 സീരീസ് ഇതുൾപ്പെടെയുള്ള 3 സീരീസ് അവർക്ക് കളിക്കാൻ അവസരം കൊടുക്കണം. അവരെന്താണോ ഇന്ത്യൻ ക്രിക്കറ്റിന് അത് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ സച്ചിൻ വിരമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സച്ചിൻ 2011 വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് ആ ഒരു ചുറ്റുമുള്ള ബാക്കിയുള്ള പ്ലെയേഴ്സ് കൊടുത്തൊരു സപ്പോർട്ടുണ്ട്, ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട് ആ പ്ലെയറിന്. അതായത് ഇത്രയും ലെജൻഡറി ആയിട്ട് ഇന്ത്യക്ക് കളിച്ചൊരു പ്ലെയറിന് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് അർഹിക്കുന്ന 2 പ്ലെയേഴ്സാണ് രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി. 2-3 സീരീസ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇപ്പോൾ ഇടയ്ക്കുള്ള മാച്ചസ് കളിക്കാൻ പറ്റുന്നില്ല, മാച്ച് പ്രാക്ടീസ് ഇല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി അങ്ങോട്ട് ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കളിക്കുന്ന ഈ 2 ഓടിയാണ്. ഈ 2 ഓടിയിൽ വിരാട് കോഹ്ലി 2 അടുപ്പിച്ച് 2 ഡക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ എടുത്ത് ടീമിനെ വെളിയിൽ കളയണമെന്നൊക്കെ പറയുന്ന കടന്ന കൈയാണ്. അതിൻ്റെ പിന്നിൽ വേറൊരു ചേതാവികാരമുണ്ട്. ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ടെന്ന് തോന്നുന്നത് ചില സഞ്ജു വികാരം ഫാൻസിന് ഇപ്പോൾ വിരാട് കോഹ്ലിയൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സഞ്ജുവിന് ഇപ്പോൾ ടീമിലേക്ക് കയറുമെന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ സഞ്ജുവിനെ അങ്ങോട്ട് കയറണം, സഞ്ജു ഓഡിയയിൽ കളിക്കണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ എടുത്ത് ഇതുപോലൊരു സിറ്റുവേഷനിൽ അവരുടെ ഒരു ബാഡ് പാച്ചിൽ കൂടെ പോകുമ്പോഴത്തേക്ക് എടുത്ത് പുറത്തോട്ട് കളഞ്ഞിട്ട് സഞ്ജുവിനെ കയറ്റണമെന്നൊന്നും ആഗ്രഹിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ സഞ്ജു സാംസനെ എടുക്കാത്തതുകൊണ്ട് ഇന്ത്യ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ഫാൻസ് ഉണ്ട്. കമൻസിൽ എഴുതിയേക്കുന്നത് ഞാൻ കണ്ടു, സഞ്ജു സാംസനെ എടുത്തില്ല അതുകൊണ്ട് ഇന്ത്യ തോൽക്കണം. അതൊക്കെ വളരെ സില്ലിയായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇന്ത്യൻ ടീമിൻ്റെ സ്ട്രാറ്റജിയിൽ ഇന്ത്യൻ ടീമിനെതിരെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ മറ്റ് ടീം കളിക്കുമ്പോഴോ മറ്റ് ടീം ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് സഞ്ജു സാംസനെ എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന പ്ലെയറിനെ എടുക്കാത്തത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു ചിന്താഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സഞ്ജു സാംസൺ അവസരം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ഇപ്പോൾ വിരാട് കോഹ്ലി കളിച്ചില്ല, രോഹിത് ശർമ്മ വിരാട് കോഹ്ലി പുറത്ത്, സഞ്ജു സാംസൺ അവസരം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ ടീമിലുണ്ടോ സഞ്ജു സാംസൺ? ധ്രുവ് ജുറയിലല്ലേ സെക്കൻഡറി വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കുന്നത്? അപ്പോൾ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇവരൊന്ന് കട്ടിലൊഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്ന് വിചാരിച്ചിരിക്കുന്ന ചിന്താഗതി അത്ര ശരിയൊന്നുമല്ല. ഇവർ ലെജൻഡറി ആയിട്ടുള്ള 2 പ്ലെയേഴ്സാണ്. അവർക്ക് അതിൻ്റെ അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ അവർ പടിയിറങ്ങണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓഡിയിൽ മാത്രമേ അവർ കളിക്കുന്നുള്ളൂ, T20 കളിക്കുന്നില്ല, ടെസ്റ്റിൽ കളിക്കുന്നില്ല. ആ കളിക്കുന്നൊരു ഫോർമാറ്റിൽ അവർ അർഹിക്കുന്ന പരിഗണന, അവർക്ക് അർഹിക്കുന്ന ഒരു സപ്പോർട്ട് ഈ ഒരു ബാഡ് പാച്ചിൽ. രോഹിത് ശർമ്മ ഇന്നത്തെ ടോപ്പ് സ്കോററാണ് രോഹിത് ശർമ്മ. അപ്പോൾ രോഹിത് ശർമ്മ ഇനി എന്താണ് പറയുന്നത്? റെസ്റ്റിയാണ്. രോഹിത് ശർമ്മയും കുറച്ച് ടൈം എടുത്തു എന്നുള്ളത് ശരിയാണ്. അവർ കുറച്ച് ഡൊമസ്റ്റിക് കളിക്കണം, അല്ലെങ്കിൽ മാച്ച് പ്രാക്ടീസ് അവർക്ക് വേണമെന്നുള്ളത് ശരിയാണ്. അവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കോച്ചസും അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ഡൊമസ്റ്റിക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കളിക്കണം നിർബന്ധമായിട്ടെന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനവർ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഡൊമസ്റ്റിക് കളിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് നിങ്ങളെ ഇനി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ ഡൊമസ്റ്റിക് കളിക്കട്ടെ, അവർക്ക് മാച്ച് പ്രാക്ടീസ് കിട്ടട്ടെ. ഇങ്ങനെ റെസ്റ്റി ആയിട്ട് വന്ന് കളിക്കാതെ കുറച്ചും കൂടെ
ഒരു വാമായിട്ട് വന്ന് കളിക്കാനായിട്ട് അടുത്ത സീരീസിൽ ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ. അടുത്തൊരു 2 സീരീസും കൂടെ എങ്കിലും അവസരം കൊടുക്കാതെ ഇവരെയൊക്കെ പുറത്ത് കളയാന്ന് പറയുന്നത് അന്യായമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അന്യായം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സഞ്ജു സാംസൺ അടക്കമുള്ള യങ്സ്റ്റേഴ്സ് കളിക്കണമെന്ന്. 2020 കളിക്കുന്നുണ്ടല്ലോ അവർ. ടെസ്റ്റിൽ ഒരു യങ് ടീമല്ലേ കളിക്കുന്നത്. ഈ ഒരു ഫോർമാറ്റിൽ അവർ ബാക്കി രണ്ട് ഫോർമാറ്റിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്ത് ഈ ഒരു ഫോർമാറ്റിൽ കളിക്കുമ്പോൾ അവർക്ക് വേണ്ടത് ചെറിയ സപ്പോർട്ടാണ്. അറ്റ്ലീസ്റ്റ് അടുത്ത 2 സീരീസ് എങ്കിലും അവർക്ക് ആ സപ്പോർട്ട് കിട്ടാൻ അർഹതയുള്ള 2 പേരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇനി ആരൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവരെ രണ്ടുപേരെയും ഈ ഒരു പെർഫോമൻസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പോട്ടെ രോഹിത് ശർമ്മ ഇന്ന് പെർഫോം ചെയ്തു, അതുകൊണ്ട് ഇനി വിരാട് കോഹ്ലിയെ മാത്രമായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. വിരാട് കോഹ്ലി ആണെങ്കിൽ പോലും ഇനിയും ഒരു 1-2 സീരീസ് തീർച്ചയായിട്ടും കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ അത് നീതികേട് തന്നെയാണ്. അവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയണം. പറ്റുന്നില്ല. 2027 വേൾഡ് കപ്പിൽ ഇവർക്ക് ഇന്ത്യൻ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ 2 സീരീസ് കഴിഞ്ഞിട്ട് ഉറപ്പാണ് ഞാൻ തന്നെ തീർച്ചയായിട്ടും പറയും, ഞാനും 100% യോജിക്കും ഇവരിനി കളിക്കണ്ട എന്നുള്ളത്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്തതിന് ശേഷം 2 മാച്ചിൻ്റെ പേരിൽ അവരെ ജഡ്ജ് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു ഹാർഷായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ മെൻറ്റാലിറ്റി ആയി പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതാണ് ഇന്നത്തെ മാച്ചിൻ്റെ ഒരു ആകെ തുക എന്ന് പറഞ്ഞാൽ സാംബ 4 വിക്കറ്റ് ഇട്ടു എന്നുണ്ടെങ്കിലും ഹേസൽവുഡിൻ്റെയും അതുപോലെ തന്നെ ബ്രാത്ത്ലെറ്റിൻ്റെയും അവരുടെ ബോളിങ്ങിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള ബോളിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അവരുടെ ബിൽഡ് ചെയ്ത ചെറിയ ഓസ്ട്രേലിയയുടെ മിഡിൽ ഓർഡറിൽ ബിൽഡ് ചെയ്ത പാർട്ണർഷിപ്പ് കൂപ്പർ കൊന്നൊലിയും അതുപോലെ തന്നെ റൺഷോയൊക്കെ കളിച്ച് കാണിച്ചു കൊടുത്ത് അവരുടെ അവർക്കൊരു ബാക്കപ്പായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എന്നുള്ളത് അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 2026 T20 വേൾഡ് കപ്പ് ആയാലും 2027 ODI വേൾഡ് കപ്പിനായാലും ഓസ്ട്രേലിയ തീർച്ചയായിട്ടും ഒരു വലിയ കണ്ടസ്റ്റൻറ്റ് തന്നെയാണെന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ്. അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് അവർ ഇത്രയും ഇതായിട്ട് കാണിക്കുമ്പോൾ മെയിൻ പ്ലേയേഴ്സ് ഇല്ലാതെ തന്നെ ഇന്ത്യ സീരീസ് വിജയിച്ചപ്പോൾ. സോ അതാണ് മൊത്തത്തിലുള്ളൊരു ഇന്ത്യ തീർച്ചയായിട്ടും സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ റീവിസിറ്റ് ചെയ്യണം. 4 സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സ് എങ്കിലും വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. 7 ബാറ്റ്സ്മാൻമാരെ നമ്പി ടീം ഇറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, മല്ലൂർ സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്രൂപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഞാനും ഒരു സ്പെക്ടേറ്ററാണ്, ഒരു ഫാനാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ബെറ്റർ പെർസ്പെക്റ്റീവ് ആയിരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെക്കാട്ടും മികച്ചതായിരിക്കാം. സോ അത് ഇൻടേക്ക് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസ്കഷൻസ് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കും. അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന് അംഗമാവുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.